പ്രിയപ്പെട്ടവരെ, എൻ്റെ വേറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം അപേക്ഷിക്കും. ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ജീവിതത്തിൽ നമ്മൾ പ്രധാനമായി ഒഴിവാക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ, സമാധാനത്തോടെ ജീവിക്കാൻ, ഐശ്വര്യത്തോടെ ജീവിക്കാൻ വേണ്ട പരമപ്രധാനമായ ഒരു കാര്യം. നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും, പലവിധ അറിവുകൾ ആർജിച്ചിട്ടുണ്ടാവും. പലതും അപൂർണമായിരിക്കും, പലതും ഏറെ പഠിച്ചിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ അതിലെല്ലാം പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് പ്ലേസുകളിലോ പലരും വാദപ്രതിവാദമായിട്ട് വരും. നമ്മൾ ആശയങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അതിനെ അവർ താഴ്ത്തിക്കെട്ടുന്നത് പോലെ തർക്കത്തിന് വരും. അപ്പൊ നമ്മൾ എന്താ അനുവർത്തിക്കണം? ഏത് തരത്തിൽ വേണോ അവയെ കൈകാര്യം ചെയ്യാൻ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നാരദ ഭക്തി സൂത്രത്തിലെ മുനി ദേവർഷി നാരദൻ പറയുന്നുണ്ട്, വാദോ ന അവലംബിയ, വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു എന്നിരിക്കട്ടെ, നമ്മൾ ആ എതിർകക്ഷിയെ പല വാദങ്ങൾ പറഞ്ഞ് അയാളെ വാദപ്രതിവാദത്തെ തോൽപ്പിച്ചു എങ്കിൽ അയാൾ നമ്മുടെ ആജീവനാന്ത ശത്രുവായി മാറും. എന്ന് മാത്രമല്ല, ജീവിതം ഒട്ടുക്ക് അദ്ദേഹം ശപിച്ചുകൊണ്ട് വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. വാളുകൊണ്ട് വെട്ടിയതിനേക്കാൾ വലിയ മുറിവാണ് ഏൽക്കുക. സകല ആരാധനാലയങ്ങളിലും അയാളുടെ പ്രാർത്ഥന ഈ വാദപ്രതിവാദത്തെ തോൽപ്പിച്ചവര് അവരുടെ കുടുംബത്തിന്റെ നാശമായി. അതുകൊണ്ട് വാദപ്രതിവാദത്തിന്റെ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ മൗനം അവലംബിക്കുക ഏറ്റവും നല്ലതാണ്. ഒരിക്കലും നമ്മൾ വാദപ്രതിവാദം നടത്തി അയാളെ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ അവരുടെ ആശയങ്ങളിൽ വ്യതിചലിപ്പിക്കുക ഒരിക്കലും കഴിയില്ല. ആരും സ്വന്തം സ്റ്റാൻഡ് വിട്ട് ഒരിക്കലും മാറുകയില്ല. ഇത് നമ്മൾ ജയിലുകളിൽ കിടക്കുന്ന ആൾക്കാരെ ഒന്ന് വിശകലനം ചെയ്താൽ പലരും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ട് അത് അക്രമത്തിലേക്ക് മാറി, അത് കൊലപാതകങ്ങളിലും പല കാര്യങ്ങളിലും എത്തിച്ചേരുന്നു, അക്രമത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ നിരവധി പേരുണ്ട്. സ്വന്തം ബന്ധുക്കളെ തന്നെ കൊന്ന് ജയിലിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്, അടുത്ത ബന്ധുക്കൾ. അല്ലെങ്കിൽ വിവാഹത്തിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ എല്ലാം ഈ വാദപ്രതിവാദത്തിൽ നിന്ന് തുടങ്ങുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ മൗനം അവലംബിക്കുക. മഹാഭാരതത്തിലൊരു
വലിയ രംഗമുണ്ട്. ഒരു യക്ഷപ്രശ്നം. യക്ഷൻ ധർമ്മപുത്രരുടെ അടുത്തൊരു ചോദ്യം ചോദിക്കും. നിരവധി ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിലൊരു ചോദ്യം ഇതാണ്: ഈ ലോകം മുഴുവൻ എന്ത് നിറഞ്ഞു നിൽക്കുന്നു? അതിന് ധർമ്മപുത്ര കൊടുത്ത മറുപടി അജ്ഞത എന്നാണ്. ഈ ലോകം മുഴുവൻ അജ്ഞത നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരും അജ്ഞന്മാരാണ്, മൂഢന്മാരാണ്. ആ മൂഢന്മാരുടെ അടുത്ത് വാദപ്രതിവാദത്തിലോട്ട് ഏർപ്പെട്ട് ജയിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. മൗനം പാലിക്കും. മഹാഭാരതത്തിൽ തന്നെ വിതുരർ പറയുന്നുണ്ട്, ഇവിടെ മുഴുവൻ അന്ധത നിറഞ്ഞു നിൽക്കുന്നു. ഇത് ഈ ഭൂമി എന്ന് പറയുന്നത് അന്ധതാമിശ്രം എന്ന നരകമാണെന്ന് പറയാം. ഈ നരകത്തിൽ നരകവാസികളായിട്ടുള്ള ആൾക്കാർ അവരുടെ ഇടയിൽ വാദപ്രതിവാദം നടത്തി ജയിച്ച് എന്താ കാര്യം? മൂഢന്മാരായിട്ടുള്ള ആൾക്കാർ മൗനം അവലംബിക്കുക. ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ ദുർബലനാണെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ മൗനം പാലിക്കുമ്പോഴാണ് നമ്മൾ ശക്തരാകുന്നത്. വലിയ വലിയ മഹാന്മാരൊക്കെ എടുത്തു നോക്കുമ്പോൾ അവരെല്ലാം ഘോരഘോരം വാദപ്രതിവാദങ്ങൾ നിരത്തി മറ്റുള്ളവരെയൊക്കെ എല്ലാം അടിച്ചിരുത്തുന്ന ആൾക്കാരായിരുന്നു. സ്നേഹത്തിലൂടെ ശാന്തമായി മുന്നേറുന്ന ആൾക്കാരായി ഇല്ലേ? വാദവും ഞാൻ അവലംബിക്കുക. വാദപ്രതിവാദത്തിന് ഘട്ടം വരുമ്പോൾ ഒഴിഞ്ഞു മാറുക, മൗനം പാലിക്കുക. അവരെ നമ്മൾ ഒരിക്കലും ആജീവനെന്ത ശത്രുക്കളാക്കാതെ മുന്നോട്ട് പോകുക. ആ ജീവിതം നമ്മുടെ ജീവിതം ഒട്ടുക്ക് നമ്മൾ നിവർത്തിക്കേണ്ട ഒരു നിയമമാണ്. ഒരു 10-75 കൊല്ലത്ത് നമ്മുടെ ജീവിതത്തിനിടയിൽ ഒരു 10-30 കൊല്ലം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാവും. റിട്ടയർ ചെയ്താലും നമ്മൾ പല ഭാഗത്തൊക്കെ പബ്ലിക് കോണ്ടാക്റ്റുകളൊക്കെ ഉണ്ടാവും. ആ സമയങ്ങളിലെല്ലാം ഈ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കി സ്നേഹത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകും. Thank you very much for watching this video. Thanks a lot.